നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാണ്. അതിൽ ആദ്യത്തെ നിറം വെള്ള നിറമാണ്. രണ്ടാമത്തെ നിറം ചുവപ്പ് നിറമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിറം തെരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെ ശുദ്ധഗതിക്കാരായ വ്യക്തികളാണ് നിങ്ങൾ. നല്ല മനസ്സുള്ളവരാണ് എന്നു പറയാം. അത്തരത്തിൽ മനസാന്നിധ്യം മുതലാക്കി ജീവിതം മുന്നോട്ട് നയിച്ചു പോരുന്ന വ്യക്തികളാണ് എന്നു പറയാം. കാര്യങ്ങളെ മുന്നോട്ട് കൃത്യമായി കൊണ്ടുപോകുവാൻ ഒരു പ്രത്യേകമായ കഴിവുള്ളവരാണ്. പലപ്പോഴും അത് ജീവിതത്തിൽ പ്രകടമാകുന്നൊരു കാര്യമാകുന്നു. പ്രസന്നമായ മുഖമുള്ളവരാണ്. ജീവിതത്തിൽ ഇടപെടുന്ന ഏതു കാര്യങ്ങളിലും നല്ല വൃത്തിയും വെടുപ്പും വേണമെന്നും കൃത്യതയോടെ തന്നെ മുന്നോട്ടു പോകണമെന്നും കൃത്യതയിൽ അല്ലെങ്കിൽ പൂർണ്ണതയിൽ മുന്നിൽ നിൽക്കണം എന്ന് നിർബന്ധമുള്ളവരാണ്. എങ്കിലും പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ സംഭവിക്കാറില്ല എന്നതും വാസ്തവമാണ്. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിലുള്ളവർ കൂടിയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുവാൻ സാധിക്കുകയും എന്നാൽ അവസാന നിമിഷം അത് നടക്കില്ല എന്നൊരു ചിന്ത കടന്നുവരികയും അതിനാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം വളരെയധികം വിഷമങ്ങൾ നൽകിയെന്നു വരാം. അത്തരം ഒരു വീക്ക്നെസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പിന്നീട് ഈ കാര്യം നടക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടക്കാതെ പിന്നീട് നടക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉള്ളവരാണ്. എത്ര വീഴ്ചകൾ സംഭവിച്ചാലും വീണ്ടും വീണ്ടും ശ്രമിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. അത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് ജീവിതത്തിൽ. അതിനാൽ പരാജയം ഇവർക്കുണ്ടാകണം എന്നില്ല. ജീവിതത്തെ ശരിയായ രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ് എന്ന് പറയാം. അപ്രതീക്ഷമായി തന്നെ പല ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരുന്ന വ്യക്തികൾ കൂടിയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചില കാര്യങ്ങൾ അനുകൂലമാകാം. എന്നാൽ അത് ഇവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും സംഭവിക്കാറില്ല എന്നതാണ് ഇവരെ നിരാശപ്പെടുത്തുന്നതായ കാര്യം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. പലപ്പോഴും പല അവസരങ്ങളും തേടിയെത്തും എങ്കിലും പല കാര്യങ്ങളെയും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഇവർ പരാജയപ്പെട്ടു പോകാറുള്ളവരാണ്. ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും എന്നതാണ് വസ്തുത. പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ 1 വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷത്തിനു ശേഷം അത് നടന്നു കിട്ടുവാനുള്ള സാധ്യത കുറയുന്നതുമാണ്. അതായത് 1 മാസത്തിനുള്ളിൽ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടാൽ പോലും അത്തരം കാര്യങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യത ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് പിന്നീട് കടന്നുവരാം എന്നതാണ് വാസ്തവം. എന്നാൽ ആ സമയങ്ങളിൽ നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയില്ല എങ്കിൽ പിന്നീട് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചുള്ള ഫലം ജീവിതത്തിൽ ലഭിക്കുന്നതായ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് അർത്ഥമാക്കാം. തീർച്ചയായും ഈയൊരു കാര്യവുമായി ബന്ധപ്പെട്ട പല സങ്കടങ്ങളും നിങ്ങൾ നേരിട്ടു എന്നത് വാസ്തവമാണ്. ഇനി വേഗം നടക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും. പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോവുക. രണ്ടാമത്തെ നിറമായ ചുവന്ന നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, കഷ്ടതകൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഉപകാരം ചെയ്തവരിൽ നിന്നു പോലും തിരിച്ചൊന്നും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ അവഗണനകളും അപവാദങ്ങളും നിരവധിയായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ്. പലപ്പോഴും തന്റെ ലക്ഷ്യത്തിനായി എത്രനാൾ വേണമെങ്കിലും കാത്തിരിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികളാണിവർ. അതായത് കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരും ആ ആഗ്രഹത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരായി ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾക്ക് കടം നൽകിയാൽ പണം തിരികെ നൽകേണ്ട സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതും വാസ്തവമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകളായി നിൽക്കുന്നുവെങ്കിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ ജീവിതചര്യകൾ നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. നിങ്ങളിലേക്ക് ഈശ്വരാധീനം വളരെയധികം കടന്നുവന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈശ്വരാധീനത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു.
ഈ സമയം തീർച്ചയായും അത്ഭുതകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് 10 ദിവസം മുതൽ 1.5 മാസത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യതകളാണ് ഈ സമയം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇനി അഥവാ അതിന് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും വീണ്ടും ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ പിന്നീടും സാധ്യതകൾ വന്നുചേരാം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നത് നിങ്ങൾക്കുത്തമമായി തീരും. നിത്യപ്രാർത്ഥന, വിചാരിച്ച വഴിപാട് ചെയ്യാൻ സാധിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഒരു സമയം ആ കാര്യം നടക്കില്ല എന്ന ചിന്ത പോലും വരാം. എന്നാൽ ആ സമയം നിങ്ങൾ വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ നടന്നില്ല എന്ന് കരുതി ഒരിക്കലും നിങ്ങളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. ഈ സമയം തിങ്കൾ, വ്യാഴം ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കുവാനായി കൂടുതൽ ശ്രമിക്കുകയാണ് എങ്കിൽ, കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ഈ ദിവസങ്ങളിൽ ആ കാര്യം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കണം. തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങൾ പരിശ്രമിച്ചാൽ അത്ഭുതകരമായി തന്നെ ആ കാര്യം നടക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. തീർച്ചയായും പരിശ്രമങ്ങളിലൂടെ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതിനാൽ ശ്രദ്ധയോടെ നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി തന്നെയാണ് മുൻപിലുള്ളത്. അത് ചിലരുടെ സഹായത്താലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലമാകാം. എന്നാൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത തന്നെ ഇവിടെ കാണുവാനായി സാധിക്കും. ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.